ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ ഒരു അടിപൊളി ഗെയിമിംഗ് പി സി ഉണ്ട് കേട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, കുറച്ചു നേരം ഇരുന്ന് ഗെയിം കളിക്കാം. ഏയ്, ഇതെന്തത്? എന്നെ ആരും വിളിക്കണ്ടല്ലോ. ഇതാ ഷോറൂമിലെ മാനേജറാ. ഹലോ ചേട്ടാ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, അത് പിന്നെ നമ്മുടെ ഷോറൂമിലെ ഒരു പുതിയ പ്ലെയിൻ വന്നിട്ടുണ്ട്. പ്ലെയിൻ എന്ന് പറയാൻ പറ്റില്ല, അതൊരു ജെറ്റാണ്. സാധനം നല്ല സ്പീഡിൽ പോവും. നിനക്കത് വേണമെങ്കിൽ ഷോറൂമിലേക്ക് വന്നോ. ഏ, പ്ലെയിനാ? ആ, എന്നാ ശരി, ഞാൻ ഇപ്പം തന്നെ ഷോറൂമിലേക്ക് വരാം. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യ്. ഓക്കെ, ഇവിടെ ഷോറൂമിൻ്റെ മാനേജർ വിളിച്ചേക്കാണ് കേട്ടാ. അയാൾ എന്നോട് ഷോറൂമിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ എന്തോ ഒരു പ്ലെയിനൊക്കെ ഉണ്ടെന്ന്. എന്നാ ശരി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബൈക്ക് എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ആ പ്ലെയിൻ അങ്ങ് മേടിക്കാം. എൻ്റെ കയ്യിൽ പക്ഷേ അധികം പൈസ ഇല്ല. ഒരു പ്ലെയിൻ മേടിക്കാനേ ഇഷ്ടം പോലെ പൈസ ചിലവാവും. അയാളാണെങ്കിൽ ഫ്രീ ആയിട്ടൊന്നും തരില്ലേ. എന്നാലും ചെന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ്. ഈ ബൈക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അയാളുടെ അടുത്ത് സംസാരിക്കാം. ഹലോ ചേട്ടാ, എവിടെയാ? ആ പ്ലെയിൻ എവിടെയാ? എടാ ജാക്കേ, അത് പിന്നെ ആ പ്ലെയിന് ഞാൻ തരാം, നിനക്ക് ഫ്രീ ആയിട്ട് തരാം. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പണി ചെയ്യോ. സംഭവം വേറൊന്നുമല്ല, എൻ്റെ കയ്യിലേ ഒരു മഹേന്ദ്ര താറുണ്ട്. അത് പക്ഷേ കുറച്ച് ഗുണ്ടകൾ അടിച്ചു മാറ്റി. അവരിപ്പോൾ ആ വീട്ടിലുണ്ട്. ആ ജംഗിളിൻ്റെ ഇടയിൽ ഒരു വീടില്ലേ, ഒരു ഹോണ്ടഡ് ഹൗസ്, അവിടെ ഇരിക്കണ്ടവര്. നീ പോയിട്ട് ഇത് എടുത്തോണ്ട് വരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ആ പ്ലെയിന് തരാം. ശരി, അങ്ങനെയാണല്ലേ. എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ ഇപ്പം തന്നെ പോയിട്ട് ആ കാറങ്ങ് കൊണ്ടുവരാം. ഓക്കെ, ആ ചേട്ടനെ നമുക്ക് ഫ്രീ ആയിട്ട് പ്ലെയിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കിട്ടിയാൽ മതിയായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ കാറങ്ങ് കൊണ്ടുവരാം. അവിടെ പിന്നെ ഒരു വീട് കാണാനില്ലേ, ഇതാണ് ഹോണ്ടഡ് ഹൗസ്. ഈ വീട്ടിലെങ്ങനെ ആരും താമസിക്കാറില്ല. ഇപ്പൊ വീട്ടിലെ കുറച്ച് ഗുണ്ടകളുണ്ട്, നമുക്ക് ആ ഗുണ്ടകളെ അടിച്ചിടണം. ആ കാർ എവിടെയാ? ആ കാർ ഇവിടെ ഒന്നും കാണാനില്ല ഏട്ടാ. എനിക്കിവിടെ മതിൽ ചാടാൻ പറ്റണില്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ചാടാം. ലെറ്റ്സ് ഗോ. ഈ വീട്ടിലാരും ഇല്ലേ? ഈ വീട്ടിലെനിക്ക് ആരെയും കാണാനില്ല. ചിലപ്പോൾ അവർ മേലെ നിൽക്കണ്ടാവും. നമുക്കപ്പോൾ മേലെ കയറി നോക്കി നോക്കാം. അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ശരി ചേട്ടന്മാരെ, അതെ, മര്യാദയ്ക്ക് ആ കാറിങ് തിരിച്ചു തന്നോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ കളി മാറും. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? അതെ, തൽക്കാലം ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇവിടെ കാറൊന്നുമില്ല. ശരി, ഇവിടെ കാറൊന്നുമില്ല അല്ലേ? എന്നാ പിടിച്ചോ. എനിക്കറിയാം നിങ്ങളാണ് ആ കാർ അടിച്ചു മാറ്റിയെന്ന്. ഇവിടെ ഇപ്പം ഞാനേ ഒരൊറ്റണത്തിനും വെറുതെ വിടില്ല, എല്ലാത്തിനും തീർത്തളയാം. വാടാ, വന്നടിക്കടാ. നിങ്ങൾ 4 പേരില്ലേ, ഞാൻ ഒറ്റയ്ക്കാ. അയ്യേ, ഇവരൊക്കെ എത്ര ഉള്ള? 2 അടിക്ക് തന്നെ വീണു. ഇവിടെ ഇപ്പോൾ എല്ലാവരുടെ കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എനിക്കിവിടെ വാണ്ടഡ് ലെവൽ കിട്ടി. എൻ്റെ അടുത്ത് പോലീസ് വരുന്നുണ്ട്. എന്നാ പിടിച്ചോ, ചാവട അങ്ങോട്ട്. അല്ലെങ്കിലും ഇവിടുത്തെ പോലീസുകാരെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. കള്ളന്മാരെ പിടിക്കാൻ പറ്റില്ല, നല്ല ആൾക്കാരെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടായാലും എല്ലാത്തിനും തീർത്തളയാം, ഒരൊറ്റണത്തിനും ബാക്കി വെക്കണ്ട. ചാവട അങ്ങോട്ട്. ഇയാളെന്താ ചാവാത്ത? അയാളുടെ വണ്ടിയുമ്പോഴേക്ക് RPG കിട്ടു, പക്ഷെ അയാൾ ചത്തില്ല. അവിടെ പിന്നെ സിംഹമൊക്കെ ഉണ്ട്. ആ മരത്തിന്റെ പിന്നിൽ ആരുണ്ടല്ലോ. ശരി, അതിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന നമ്മൾ അറിയില്ലെന്ന് വിചാരിച്ചാ. ചാവട അങ്ങോട്ട്. ഓക്കെ, ഇവിടെ ഞാനേ എല്ലാത്തിനും തീർത്ത് കളഞ്ഞു, ഒരാളിനും ബാക്കി വെച്ചില്ല. ഇവിടെ പിന്നെ ഒരു കാറുണ്ട്, ഇത് പിന്നെ മഹീന്ദ്ര താറാ. ഈ കാറാണ് കൊണ്ടുവരാൻ പറഞ്ഞേ. എന്നാ പിന്നെ നമുക്കേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കാർ എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. അന്നേരം അയാളെ നമുക്ക് പ്ലെയിന് തരും. അതെന്തോ ജെറ്റാന്നൊക്കെ പറഞ്ഞ ആള്. പ്ലെയിനല്ല, അതെന്തോ ജെറ്റാണ്, നല്ല സ്പീഡിൽ പോകുന്നൊക്കെ പറഞ്ഞേ. എന്തൊട്ടായാലും നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മളെങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാണ്. ഈ താറ് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അയാൾ പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ചേട്ടാ, അതെ, ചേട്ടാ പറഞ്ഞ പോലെ ഞാൻ ആ വണ്ടി കൊണ്ടുവന്നു. ആ പ്ലെയിൻ എവിടെയാ? ആ പ്ലെയിൻ്റെ താക്കോല് തന്നേക്ക്. ചേട്ടാ, അത് പിന്നെ
ആ പ്ലെയിന് എയർപോർട്ടിലാണ് ഉള്ളത്, അല്ലാണ്ട് ഇവിടെ ഇല്ല. ആ പ്ലെയിൻ പക്ഷേ ഫ്രീ ആയിട്ട് തരാൻ പറ്റില്ല. അതൊരു ഗോൾഡൻ പ്ലെയിൻ ആണ്, അതുകൊണ്ട് കുറച്ച് പൈസ ചിലവാവും. പൈസയാ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞേ ഫ്രീ ആയിട്ട് തരാന്ന്. ഇപ്പം എന്താ പൈസ ചോദിക്കണേ? ചാവട അങ്ങോട്ട്, ചാവ്. എന്താടാ കളിക്കാണോ? അതെ, ഒരു കാര്യം ചെയ്യാം. ഇയാളുടെ പോക്കറ്റിൽ നിന്ന് താക്കോൽ എടുക്കാം, എന്നിട്ട് നേരെ എയർപോർട്ടിൽ പോവാം. അയാൾ പറയണത് ആ പ്ലെയിന് എയർപോർട്ടിൽ ഉണ്ടെന്നാ. എന്നാലും ഇതെന്നിട്ട് പരിപാടിയാ? ആദ്യം അയാൾ പറഞ്ഞു ഫ്രീ ആയിട്ട് തരാന്ന്, ഇപ്പൊ പൈസ ചോദിക്കുക. എൻ്റെ അടുത്ത് ഈ ഉടായ്പ പരിപാടി നടക്കില്ല. എന്നിട്ടായാലും നമുക്കേ എയർപോർട്ടിൽ പോവാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടെ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ എയർപോർട്ടിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി എയർപോർട്ടിൽ വന്നേക്കാണ്. ഇവിടെ പിന്നെ ഒരു വെയർ ഹൗസ് ഉണ്ട്. ഈ വെയർ ഹൗസ് കാലിയാ. ചിലപ്പോൾ ആ പ്ലെയിനില്ലേ, അത് അപ്പുറത്തെ വെയർ ഹൗസിലുണ്ടാവും. അവിടെ മുമ്പിൽ ഒരു വെയർ ഹൗസ് ഉണ്ട്. ഇവിടെയും എനിക്ക് പ്ലെയിനൊന്നും കാണാനില്ല. എന്നാ പിന്നെ ഇവിടെ ഉണ്ടാവും. ആ, ഇവിടെ ഒരു പ്ലെയിനൊക്കെ ഉണ്ട്. ഇത് ശരിക്കും ഒരു ഗോൾഡൻ പ്ലെയിനാ. അതെന്തായാലും കൊള്ളാണ്ടാ, നൈസായിണ്ട്. ഇനിയിപ്പോൾ നമുക്കേ ഈ പ്ലെയിനെ ടേക്ക് ഓഫ് ചെയ്യാം. ഇത് ശരിക്ക് പ്ലെയിനാണോ ജെറ്റാണോ അതെനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് തോന്നണത് ഇത് ജെറ്റാന്ന്. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്കേ ഈ പ്ലെയിനെ ടേക്ക് ഓഫ് ചെയ്യാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ഓ, ഈ സാധനത്തിന് അത്യാവശ്യം സ്പീഡ് ഉണ്ട് കേട്ടാ, പക്ഷെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാ. പൂല പൂല പൂല. ഇത് പിന്നെ ക്രാഷ് ആയല്ലേ, പണിപ്പാളും. എന്തുട്ടാലും നൈസായിട്ട് കേട്ടാ. ഈ പ്ലെയിൻ ഓടിക്കാനേ നല്ല രസമുണ്ട്. ഇത് പിന്നെ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാടാ. അതിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ ഓടിക്കുമ്പോഴേ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. മേലത്തെ ഒരു പ്ലെയിനൊക്കെ പറന്ന് പോണ്ട്. ഒരെണ്ണല്ല, 2 പ്ലെയിന് പറക്കുന്നുണ്ട്. തൽക്കാലം ഈ പ്ലെയിനെ ഇവിടെ ലാൻഡ് ചെയ്യാം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തൊരു ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.